ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഫ്രീ ആയി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വ്യക്തമായി പറഞ്ഞു തരാം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ടെക്സ്റ്റൈൽസിൽ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് സ്റ്റോറിൽ നമുക്ക് പോവേണ്ടി വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു പോസിബിൾ കോൺവെർസേഷൻ എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കണം, ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് അത് എങ്ങനെ നമ്മൾ ചോദിക്കണം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമ്മൾ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ക്ലോത്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റോറിലോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസിലോ പോവുകയാണ്. ആ സമയത്ത് നമുക്ക് ആദ്യം എന്താണ് ചോദിക്കേണ്ടി വരിക? മെൻസിൻ്റെ സെക്ഷൻ ഏതാണ്, അല്ലെങ്കിൽ വിമൻസിൻ്റെ സെക്ഷൻ ഏതാണ്, കിഡ്സിൻ്റെ സെക്ഷൻ ഏതാണെന്നൊക്കെ ചോദിക്കേണ്ടി വരും അല്ലേ. നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഡ്രസ്സ് എടുക്കുന്നത് അവരുടെ സെക്ഷൻ ഏതാണെന്ന് ചോദിക്കേണ്ടി വരും അല്ലേ. അവിടെ ആയിരിക്കും അവർക്ക് ആവശ്യമുള്ള എല്ലാ ഡ്രസ്സസും ഉണ്ടാവുക. അപ്പം എങ്ങനെയാണ് മെൻസിൻ്റെ സെക്ഷൻ എവിടെയാണെന്ന് എങ്ങനെയാണ് ചോദിക്കുക? പുരുഷന്മാർക്കുള്ള സെക്ഷൻ എവിടെയാണ്? Where is the men's section? Where is the men's section? Where is the men's section? Clear? സോ നമ്മളൊരു ഡ്രസ്സ് എടുത്തു, പക്ഷെ നമുക്ക് അത് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സൈസാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം, ഇത് വേറൊരു സൈസിൽ ലഭ്യമാണോ, അല്ലെങ്കിൽ മറ്റൊരു സൈസിൽ ലഭ്യമാണോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക? ഡു യു ഹാവ് ദിസ് ഇൻ എ ഡിഫറെൻറ്റ് സൈസ്? Do you have this in a different size? 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 Clear? ഇനി നമുക്ക് ഫെസ്റ്റീവ് സീസണിലോ അല്ലെങ്കിൽ ലൈക്ക് ഓരോ സീസണിൽ പുതിയ ഒരുപാട് കളക്ഷൻസ് വരും. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻ എന്തൊക്കെയാണ് എന്നെങ്ങനെയാണ് ചോദിക്കുക? ഡ്രസ്സസ് ഓർ ട്രെൻഡ് തിങ്സ് എന്തൊക്കെയാണെന്ന് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? നിങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻ എന്തൊക്കെയാണ്? നിങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻ എന്തൊക്കെയാണ്? എങ്ങനെ ചോദിക്കുക? വാട്ട് ആർ ദ ലേറ്റസ്റ്റ് അറൈവൽസ് ഇൻ യുവർ കളക്ഷൻ? എങ്ങനെയാണ്? വാട്ട് ആർ ദ ലേറ്റസ്റ്റ് അറൈവൽസ് ഇൻ യുവർ കളക്ഷൻ? വാട്ട് ആർ ദ ലേറ്റസ്റ്റ് അറൈവൽസ് ഇൻ യുവർ കളക്ഷൻ? വാട്ട് ആർ ദ ലേറ്റസ്റ്റ് അറൈവൽസ് ഇൻ യുവർ കളക്ഷൻ? ക്ലിയർ? സോ നമ്മളൊരു ഡ്രസ്സ് എടുത്തു, അപ്പോൾ നമുക്കതൊന്ന് ട്രയൽ ചെയ്ത് നോക്കേണ്ടി വരും അല്ലേ. നമുക്കത് മാച്ചിങ് ആണോ, നമുക്കത് ഫിറ്റാണോ, അല്ലെങ്കിൽ ലൈക്ക് നമുക്കത് എങ്ങനെയാണ് നമ്മളത് വെയർ ചെയ്യുമ്പോൾ ഇരിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്കതൊന്ന് ട്രയൽ ചെയ്ത് നോക്കേണ്ടി വരും. അപ്പം നമുക്ക് ചോദിക്കണം, ട്രയൽ റൂം എവിടെയാണെന്നുള്ളതിന് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? ട്രയൽ റൂം എവിടെയാണെന്ന് എങ്ങനെ ചോദിക്കും? വേർ ഈസ് ദ ട്രയൽ റൂം? വേർ ഈസ് ദ ട്രയൽ റൂം? വേർ ഈസ് ദ ട്രയൽ റൂം? എവിടെയാണെന്നുള്ളതിന് നമ്മൾ എപ്പോഴും വേറെ ആണല്ലേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ചോദിക്കണം, ഇതിൻ്റെ വേറെ കളർ ഉണ്ടോ? ഇതിൻ്റെ വേറെ കളർ ഉണ്ടോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക? ഡു യു ഹാവ് ദിസ് ഇൻ എ ഡിഫറെൻറ്റ് കളർ? ഡു യു ഹാവ് ദിസ് in a different color? Do you have this in a different color? ഇനി നമുക്ക് ചോദിക്കാം, അവർ ചില പെർട്ടിക്കുലർ ഐറ്റംസിനൊക്കെ ഡിസ്കൗണ്ട് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഫെസ്റ്റീവ് സീസണോ അല്ലെങ്കിൽ ഇയർ എൻഡ് സെയിലോ, അല്ലെങ്കിൽ അവരുടെ സ്റ്റോക്ക് മുഴുവൻ റിമൂവ് ചെയ്യുന്ന ടൈമിലോ, അല്ലെങ്കിൽ കട കാലിയാക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനെ ടൈമിലൊക്കെ അവർ ഒരുപാട് ഡിസ്കൗണ്ടുകൾ കൊടുക്കും. അപ്പോൾ നമുക്ക് ചോദിക്കണം, നമ്മളിപ്പോൾ എടുത്ത ഈ ഒരു ഡ്രസ്സിന് വല്ല ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഈ സാധനത്തിന് ഡിസ്കൗണ്ട് ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കുക നമ്മൾ? ഈസ് ദർ എ ഡിസ്കൗണ്ട് ഓൺ ദിസ് ഐറ്റം? ഈസ് ദർ എ ഡിസ്കൗണ്ട് ഓൺ ദിസ് ഐറ്റം? ഈസ് ദർ എ ഡിസ്കൗണ്ട് ഓൺ ദിസ് ഐറ്റം? ക്ലിയർ? ഇനി നമ്മൾ എടുത്ത ഈ ഒരു ക്ലോത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഡ്രസ്സിൻ്റെ പ്രൈസ് എത്രയാണ്, അല്ലെങ്കിൽ വില എത്രയാണെന്ന് എങ്ങനെയാണ് ചോദിക്കുക? ഇതിൻ്റെ വില എത്രയാണ്? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദിസ്? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദിസ്? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദിസ്? ക്ലിയർ? അടുത്തത് നമുക്കൊരു ഫോർമൽ അറ്റയർ ആണ് വേണ്ടത്. ഒരു ഫോർമൽ ഷർട്ടോ അല്ലെങ്കിൽ ഫോർമൽ പാൻറ്റോ ഫോർമൽ സ്യൂട്ടോ അങ്ങനെ എന്തെങ്കിലും ആണ് വേണ്ടത്. ആ സമയത്ത് നമ്മൾ എങ്ങനെ ചോദിക്കും? എനിക്ക് ഫോർമൽ സ്റ്റൈലിലുള്ള വസ്ത്രങ്ങൾ കാണിക്കാമോ എന്ന് നമുക്ക് ചോദിക്കണം. എങ്ങനെയാണ് ഫോർമൽ സ്റ്റൈലിലുള്ള വസ്ത്രങ്ങൾ കാണിക്കാമോ എന്ന് ചോദിക്കാം? ക്യാൻ യു ഷോ മീ സംതിങ് ഇൻ എ ഫോർമൽ സ്റ്റൈൽ? ക്യാൻ യു ഷോ മീ സംതിങ് ഇൻ എ ഫോർമൽ സ്റ്റൈൽ? ക്യാൻ യു ഷോ മീ സംതിങ് in a formal style? Can you show me something in a formal style? Can you show me something in a formal style? ഇനി നമുക്ക് ചോദിക്കാം, ഈ ഒരു ടൈമിൽ എന്തെങ്കിലും ഓഫറോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സെയിൽ എന്തെങ്കിലും നടക്കുകയാണോ എന്നൊക്കെ ചോദിക്കാം. ഇപ്പോൾ ഫെസ്റ്റിവൽ സീസൺസിലൊക്കെ അതിൻ്റേതായിട്ടുള്ള സെയിൽസ് നടക്കാറുണ്ട്, അല്ലെങ്കിൽ അവർ അതിൻ്റേതായുള്ള ഓഫേഴ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് ചോദിക്കണം, ഈ സമയത്ത് എന്തെങ്കിലും സെയിലുകളോ അല്ലെങ്കിൽ ഓഫറുകളോ ഉണ്ടോ എന്ന് എങ്ങനെയാണ് ചോദിക്കാം? ആർ ദർ എനി ഓൺഗോയിങ് സെയിൽസ് or offers?
Are there any ongoing sales or offers? Are there any ongoing sales or offers? Are there any ongoing sales or offers? ക്ലിയർ ആണല്ലോ. സോ ഇനി നമ്മൾ വീട്ടിലെത്തിയിട്ട് നമുക്ക് തോന്നുകയാണ് ഈ ഡ്രസ്സ് കൊള്ളില്ല, അല്ലെങ്കിൽ ഇത് എക്സ്ചേഞ്ച് ചെയ്യണം, എന്തെങ്കിലും ഡിഫക്റ്റ് നമ്മൾ വീട്ടിലെത്തിയിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കണം, നിങ്ങളുടെ റിട്ടേൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് പോളിസി എങ്ങനെയാണ്? വാട്ട് ഈസ് ദ റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് പോളിസി? വാട്ട് ഈസ് ദ റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് പോളിസി? വാട്ട് ഈസ് ദ റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് പോളിസി? ഇനി നമുക്ക് ചില ടെക്സ്റ്റൈൽസിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റോറിൽ അവർ തന്നെ നമ്മളുടെ ഡ്രസ്സസ് ഒക്കെ ഓൾട്ടർ ചെയ്യാനുള്ള സർവീസോട് പ്രൊവൈഡ് ചെയ്യും. ഇവിടെ ഓൾട്ടർ ചെയ്യാൻ സാധിക്കുമോ? എങ്ങനെയാ ചോദിക്കുക? ഇവിടെ ഓൾട്ടർ ചെയ്യാൻ സാധിക്കുമോ? Can I get this altered here? 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 ഇനി നമുക്ക് ചോദിക്കാം, ഈ ഡ്രസ്സ് മെഷീൻ വാഷബിൾ ആണോ? ചിലത് ഡ്രൈ വാഷ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ചോദിക്കണം, ഇത് മെഷീനിൽ അലക്കാൻ പറ്റുമോ? Is this machine washable? Is this machine washable? Is this machine washable? ഇനി നമുക്ക് ചോദിക്കണം, നമ്മൾ ഒരു പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ്ങിനൊക്കെ വേണ്ടിയാണെങ്കിൽ നമുക്ക് എത്നിക് വെയർ ഡ്രസ്സസ് ആയിരിക്കും വേണ്ടി വരിക അല്ലേ? ലൈക്ക് സാരി, അല്ലെങ്കിൽ കുറച്ചുകൂടെ, അല്ലെങ്കിൽ ജെൻസിനാണെങ്കിൽ കുറച്ചുകൂടെ എത്നിക് വെയറിന് വേണ്ടി യൂസ് ചെയ്യുന്ന മുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് ചോദിക്കണം, നിങ്ങൾക്ക് എത്നിക് വസ്ത്രങ്ങൾ ഉണ്ടോ? നിങ്ങൾക്ക് എത്നിക് വസ്ത്രങ്ങൾ ഉണ്ടോ? ഡു യു ഹാവ് എത്നിക് വെയേഴ്സ്? ഡു യു ഹാവ് എത്നിക് വെയേഴ്സ്? ഡു യു ഹാവ് എത്നിക് വെയേഴ്സ്? ക്ലിയർ. അടുത്തതായിട്ട് പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ക്ലോത്ത് സ്റ്റോർസിൽ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഒരു പെർട്ടിക്കുലർ പോർഷൻ ഇങ്ങനെ ആക്സസറീസ് സെല് ചെയ്യാൻ വേണ്ടി അവർ കൊടുത്തിട്ടുണ്ടാവും. ലൈക്ക് നമുക്ക് ഈ ഒരു ഡ്രസ്സ് എടുത്ത് വരുമ്പോൾ തന്നെ അതിലേക്കുള്ള ആക്സസറീസ് കൂടെ ഒരേ സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ. അപ്പം നമുക്ക് ചോദിക്കാം, ഇതിന് അനുയോജ്യമായ ആക്സസറീസ് ഉണ്ടോ? അങ്ങനെ ഒരു സെക്ഷനിൽ പോയിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ഇതിന് അനുയോജ്യമായ ആക്സസറീസ് ഉണ്ടോ? ഡു യു ഹാവ് മാച്ചിങ് ആക്സസറീസ് ഫോർ ദിസ്? ഡു യു ഹാവ് മാച്ചിങ് ആക്സസറീസ് ഫോർ ദിസ്? ഡു യു ഹാവ് മാച്ചിങ് ആക്സസറീസ് ഫോർ ദിസ്? ഇനി നമ്മൾ എല്ലാ കാര്യങ്ങളും സാധനങ്ങളെല്ലാം എടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ഇനി ബില്ലിംഗ് കൗണ്ടർ എവിടെയാണെന്ന് ചോദിക്കാലോ. വേർ ഈസ് ദ ബില്ലിംഗ് കൗണ്ടർ? വേർ ഈസ് ദ ബില്ലിംഗ് കൗണ്ടർ? വേർ ഈസ് ദ ബില്ലിംഗ് കൗണ്ടർ? ഇനി സപ്പോസ് നമ്മളെടുത്ത ഈ ഒരു ക്ലോത്ത് അല്ലെങ്കിൽ ഡ്രസ്സ് നമുക്ക് എന്താണ്, ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പം നമ്മളത് ഒരു ഗിഫ്റ്റിനെ പോലെ പാക്ക് ചെയ്യണം. അപ്പം ഇങ്ങനെ ചോദിക്കാം, ഇത് ഗിഫ്റ്റായി പാക്ക് ചെയ്യാമോ? Can you pack this as a gift? 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 ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.